ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഫ്രഷ് ഇറ്റാലിയൻ പിസ ആട്ടോ. നമ്മുടെ ഇവിടെ വീടിന് തൊട്ടപ്പുറത്തുള്ള ഗെമലി എന്ന് പറയുന്ന ഒരു പിസേരിയിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. നമ്മുടെ ഇറ്റലി വന്നിട്ടുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഫ്രഷ് പിസ നല്ല ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഷെഫിൻ്റെ കയ്യിൽ നിന്ന് കഴിക്കുന്നത്. നമ്മുടെ ടൂറിസ്റ്റ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് മറ്റേ വിയ ദella Torre എക്സിറ്റ് എടുത്ത് കയറി വരുമ്പോൾ തന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലോട്ടാണ് നമ്മൾ കയറി വരിക. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഈ 1968-78 സമയത്ത് തുടങ്ങിയ റെസ്റ്റോറൻറ്റാണ്. അതുകൊണ്ട് ഷെഫിന് കണ്ട നല്ല എക്സ്പീരിയൻസും ഉണ്ട് കേട്ടോ ഈ സംഭവത്തിൽ. പിന്നെ നമ്മുടെ പിസയ്ക്കുള്ള ഡോകൾ റെഡിയാക്കാണ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന പിസ്സ എന്ന് പറയുന്നത് സോസേജും ഡബിളും കേട്ടോ. സോസേജിൽ ഉള്ളത് നമ്മുടെ സോസേജ്, മൊസറല്ല ചീസ്, പിന്നെ സോസ് മറ്റേ ടൊമാറ്റോ സോസ് നമ്മുടെ കെച്ചപ്പല്ല, നമ്മൾ ഈ തക്കാളിയൊക്കെ അരച്ചുണ്ടാക്കുന്ന സോസ്, തക്കാളി മാത്രം. പിന്നെ നമ്മുടെ പിസ്സാഡോ, ഇതൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഡബിളെന്ന് പറയുന്ന പിസയിൽ വരുന്നത് ഇത്തിരി സ്പൈസി ഉള്ള പെപ്പറോണി, മൊസറല്ല ചീസ്, പിന്നെ നമ്മുടെ ടൊമാറ്റോ അരച്ചതും. പിന്നെ നമ്മുടെ പേസ്റ്റ്, നമ്മുടെ സോസില്ലേ, ആളത് ഇട്ട് പരട്ടി കൊടുക്കുക കേട്ടോ. ഇത് പഴയ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ഷെഫിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, കഴിവുണ്ടാകൊണ്ട് പിന്നെ ഓർഡറുകളൊക്കെ ഭയങ്കര പെട്ടെന്നാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മറ്റേ സോസേജിന് നമ്മുടെ ഡബിൾ എന്നുള്ള പിസയ്ക്കുള്ള സോസ് ആഡായിരുന്നു. പിന്നെ നമ്മുടെ മൊസറല്ല ചീസ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇറ്റലിയിൽ തന്നെ ഒരു മെയിൻ ടൈപ്പ് ചീസാണ് മൊസറല്ല ചീസ് എന്ന് പറയുന്നത്. കാരണം ഒരു ചീസ് പുള്ളും ഭയങ്കര നല്ല അടിപൊളി ചീസായിരിക്കും കേട്ടോ അത്. നമ്മുടെ സോസേജ് എന്ന് പറയുന്ന പിസയിലേക്കുള്ള സോസേജ് ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ഡബിൾ എന്നുള്ള പിസയിലേക്കുള്ള നമ്മുടെ സ്പൈസി പെപ്പറോണി ആഡ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയൊരു ഓവനാണ്. ആ ഓവനിലോട്ട് നേരെ പിസ്സ കയറ്റുവാണ്. ഈ ഓവൻ എന്ന് പറയുന്നത് നമ്മുടെ മരം ഡയറക്റ്റ് ഉള്ളിൽ തന്നെ ഇട്ട് കത്തിച്ചിട്ട് അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓവനാണ് നമ്മുടെ ഒറിജിനൽ പിസ്സ ഓവനിൽ. അതേപോലത്തെ ഇതാണ് കേട്ടോ ഓവൻ. നമ്മുടെ അവസാനമായിട്ട് ഒരു ഒലിവ് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് നമ്മുടെ സോസേജ് എന്ന് പറയുന്ന പിസയും നമ്മുടെ പെപ്പറോണി പിസയും നേരെ ഓവനിലോട്ട് കയറ്റിയിട്ടോ. അപ്പോൾ ഓവനിലോട്ടുള്ള മരം കയറ്റി കൊടുക്കുന്നതാണ്, മരം കത്തിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഡബിൾ പിസ്സ കേട്ടോ. നമ്മൾ നേരെ റെഡി ആക്കിയ നമ്മുടെ ബോക്സിലോട്ട് ഇട്ടു. നല്ല ആവി പറക്കുന്ന നല്ല ചൂടൻ പിസ്സ കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത് ടേക്ക് അവേ ആണ്. നമ്മൾ വീട്ടിൽ പോയിരുന്നായിരിക്കും കഴിക്കുന്നത്. ഇവിടെ അപ്പോൾ ഈ പിസ്സ ഇട്ടപ്പോൾ തന്നെ നല്ല അവിടെ നിൽക്കാൻ പറ്റാത്തത്ര മണമായിരുന്നു. ഇതാണ് അവരുടെ വാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന പോലെ നല്ല അവരുടെ അവാർഡ്സും അവരുടെ കുറേ ന്യൂസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വയ്ക്കുന്ന ചുവര്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സെക്കൻഡ് പിസ്സയായ സോസേജ് പിസ്സ ഇവിടെ വന്നു. കണ്ടില്ലേ, നമ്മുടെ സിസ്ലിംഗ് ഹോട്ടായിട്ടുള്ള നമ്മുടെ ചീസും എല്ലാം കൂടെ നല്ല കാണുമ്പോൾ നല്ല ടേസ്റ്റുള്ള പിസ്സ. നമ്മുടെ നമുക്ക് വേണ്ടി പിസ്സ കട്ട് ചെയ്ത് തരുവാണ്. 4 സ്ലൈസ് ആയിട്ടോ ഇവർ തരുന്നത്. നമ്മുടെ പിസ്സ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിസ്സ എടുത്ത് നമ്മുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇത് കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് വശം. നമ്മുടെ ബോർഡൊന്നും ശരിക്കും കാണുന്നില്ല, കാരണം അവിടെ നല്ല ലൈറ്റിംഗ് ഉണ്ട്. അതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. നമുക്ക് നമ്മുടെ പിസ്സ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ബോക്സ് റൂമിനെ കാണുന്നത് നമ്മുടെ ഡബിൾ പിസ്സ കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റി ലുക്കിങ്ങുമാണ്. പിന്നെ കാണുന്നതാണ് നമ്മുടെ സോസേജ് പിസ്സ. സൈഡൊക്കെ ഇത്തിരി കരിഞ്ഞിട്ടെങ്കിലും ടേസ്റ്റ് അപരം, എല്ലാ ഇൻഗ്രീഡിയൻസും ടേസ്റ്റ് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 2 പിസ്സ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിരുന്നത് ഡബിളും സോസേജ് എന്ന് പറഞ്ഞ പിസ്സയാണ്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടമായത് ഡബിളാണ്. പിന്നെ നമ്മൾ 2-3 തരത്തിൽ പിസ്സ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പിസ്സയിൽ വാങ്ങിച്ച പിസ്സ കേട്ടോ. കാരണം നമ്മുടെ ഡബിൾ എന്ന് പറഞ്ഞ പിസ്സ എനിക്ക് ഇഷ്ടപ്പെടാൻ വേറൊരു കാരണമുണ്ട്. നമ്മുടെ തക്കാളിയുടെ ചെറിയ പുളിപ്പും അങ്ങനെ പെപ്പറോണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ കറക്റ്റ് സ്പൈസിനെസ് എല്ലാം ബാലൻസ് ആയിട്ടും സോസേജും നല്ലതാണ്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.